ഭയപ്പെടേണ്ട. ഇതാ, സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഒരു നീലയാമിനിയിൽ ഒഴുകും നിലാവലയിൽ മന്ദം മന്ദം വീശും തെന്നൽ മാലാഖമാരൊത്തു പാടി. ലോകം മുഴുവനും യേശുവിൻ്റെ പിറവി തിരുനാൾ കൊണ്ടാടുന്നതിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമുക്കും അവരോട് ചേർന്ന്, ദൈവമക്കളോട് ചേർന്ന് നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ ഭവനങ്ങളെയും ഈശോയെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരുക്കാം. അതിനുള്ള കൃപാവരത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ധ്യാനത്തിന് നമ്മൾ പറയുന്നത് ഒരുക്ക ധ്യാനം എന്നാണ്. ഒരുക്ക ധ്യാനം. അതുകൊണ്ട് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ഇതാ, നിനക്ക് മുൻപേ എൻ്റെ ദൂതനെ ഞാൻ അയക്കും, നിനക്ക് വഴിയൊരുക്കാൻ വേണ്ടി. ഒരു ദൂതനെ അയക്കും. ദൂതൻ വഴിയൊരുക്കി പിന്നാലെ യേശു വരുമ്പോഴെന്ത് സംഭവിക്കുന്നു? ഒരുക്കമില്ലാതെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? യാതൊരു ഒരുക്കവുമില്ലാത്ത ഉപരിപ്ലവമായിട്ടുള്ള ആഘോഷങ്ങളിൽ ക്രിസ്മസ് ആഘോഷിക്കുന്ന ധാരാളം പേരെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഞാൻ 92-ൽ ദുബായിൽ ചെന്ന സമയത്ത് ഒരു വീട്ടിൽ വെച്ചായിരുന്നു, ഒരു വില്ലയിൽ വെച്ചാണ് കൺവെൻഷൻ സംഘടി 300 പേര് സമ്മേളിക്കുക. ആ കുടുംബനാഥൻ ധ്യാനമോ അങ്ങനെ പള്ളിയായിട്ട് ബന്ധമുള്ളൊരു മനുഷ്യനായിരുന്നില്ല. പക്ഷേ അയാളെ സ്വാധീനിക്കാൻ കഴിവുള്ള മനുഷ്യർ പറഞ്ഞതിൻ്റെ പേരിൽ അവിടെ വിട്ടു തന്നെന്ന് മാത്രം ധ്യാനത്തിനായിട്ട്. വളരെ ഒരു പുച്ഛ പരിഹാസഭാവത്തിൽ ഏറ്റവും പിന്നിൽ കുടുംബനാഥൻ പോയിരിക്കുമായിരുന്നു. ഓരോ ദിവസത്തെ ദൈവവചനം കേട്ടപ്പോൾ അദ്ദേഹത്തിൽ ചലനം സൃഷ്ടിക്കാൻ തുടങ്ങി. 5 ദിവസത്തെ ധ്യാനം കഴിഞ്ഞതിന് ശേഷം അത് ഇതുപോലെ ഏതാണ്ട് ക്രിസ്മസ് കാലമായിരുന്നു. ആ മനുഷ്യൻ പറയുകയാണ്, ഞാൻ ദുബായിൽ വന്നിട്ട് ഏതാണ്ട് 10-25 വർഷം കഴിഞ്ഞു. ഇതെൻ്റെ ആദ്യത്തെ ക്രിസ്മസാണ് ബ്രദറെ, മദ്യരഹിതമായിട്ടുള്ള എൻ്റെ ആദ്യത്തെ ക്രിസ്മസാണത്. അതെൻ്റെ മനസ്സിൽ എന്നും പച്ചയായിട്ട് നിൽക്കുക. 92-ൽ ആ മനുഷ്യൻ പറഞ്ഞ കാര്യമാണ്. ഇതിനു മുൻപും അവർ ക്രിസ്മസ് ആഘോഷിക്കുമായിരുന്നു. സ്വന്തക്കാരെയും സുഹൃത്തുക്കളെയും അതൊരു മത്സരമാണ്. ആരാണ് ഏറ്റവും വിലപിടിപ്പുള്ള മദ്യം വിളമ്പുന്നത്? അപ്പം കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ സുഹൃത്ത് സംഘടിപ്പിച്ചതിനേക്കാൾ വിലപിടിപ്പുള്ള മദ്യം വിളമ്പി എൻ്റെ വീടിൻ്റെ ഒരു മുറി ബാറായി മാറ്റി അവിടെ വലിയ ഒത്തിരി വിലപിടിപ്പുള്ള മദ്യങ്ങൾ ശേഖരിച്ച് കൂട്ടുകാരെ കാണിക്കുന്നതിൽ അഭിമാനിച്ചിരുന്നൊരു മനുഷ്യൻ. അപ്പം അദ്ദേഹം പറയുകയാണ്, ഇതിൻ്റെ പേരിൽ എനിക്ക് ഒത്തിരി അപമാനങ്ങൾ ഏൽക്കേണ്ടതായിട്ട് വരും. എൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ക്രിസ്മസിന് വരുമ്പോൾ മദ്യം വിളമ്പാതിരിക്കുമ്പോൾ അവർ പറയുന്ന ചീത്തയൊക്കെ ഞാൻ കേൾക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഇതെൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ക്രിസ്മസാണ് മദ്യരഹിതമായിട്ടുള്ള ക്രിസ്മസ്. ഇങ്ങനെ ഓരോ വിശേഷ ദിവസങ്ങളും ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഭൗതികമായിട്ടുള്ള സന്തോഷം ആഘോഷിക്കുന്ന ആ മക്കളെക്കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ദൈവം അരുളി ചെയ്തു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 5:12. അവരുടെ ഉത്സവങ്ങളിൽ തപ്പും കുഴലും വീര്യമേറി വീഞ്ഞുമുണ്ട്, പക്ഷേ അവർ കർത്താവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ഓർക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നില്ല. ഇങ്ങനെ ഓരോ വിശേഷ ദിവസവും ഒരു വ്യക്തിക്ക് പലപ്പോഴും തകർച്ച ക്ഷണിച്ചു വരുത്തുന്ന രീതിയിൽ ആഘോഷിക്കുന്ന മക്കൾ ധാരാളമുണ്ട്. അവരുടെ ഓരോ ഇനിയിപ്പോൾ എന്തെങ്കിലും പിറന്നാൾ ആഘോഷിക്കുകയായിരിക്കും, വിവാഹ വാർഷികമായിരിക്കും, അപ്പനോ അമ്മയോ മരിച്ച അവധിയായിരിക്കും, എന്തും ആയിക്കൊള്ളട്ടെ, അവരുടെ എന്തെങ്കിലും കാരണം കിട്ടിയാൽ മതി അവിടെ മദ്യം കൊണ്ട് ആഘോഷിക്കുക. ദൈവസാന്നിധ്യമില്ല. അത് കെണിയായി മാറുക ആ കുടുംബത്തിന്. എന്നിട്ട് തകർച്ച വരുമ്പോൾ അവൾ ദൈവത്തോട് പഴി പറയുക, നിനക്ക് കണ്ണിച്ചോരയില്ലേ, ഞാൻ എത്ര നാളായി പ്രാർത്ഥിക്കും, എന്തുകൊണ്ട് നീ കേൾക്കുന്നില്ല? ദൈവത്തിന് പറയാനുള്ള തിരുവചനങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അവരുടെ ഉത്സവങ്ങളിൽ തപ്പും കുഴലും വീര്യമേറിയ വീഞ്ഞുമുണ്ട്. ഒരിക്കൽ ഈശോ പറഞ്ഞു, യോഹന്നാൻ്റെ സുവിശേഷം 7:37, യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം 7:37, അതൊരു തിരുനാളായിരുന്നു.
അത് ഒന്നും രണ്ടും ദിവസത്തെ തിരുനാളല്ല, 7 ദിവസത്തെ തിരുനാളാണ് കൂടാര തിരുനാൾ. അതിനെക്കുറിച്ചൊക്കെ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 7 ദിവസം ആഘോഷിക്കണം. ഈ ആഘോഷം ഭൂരിപ്ലവമല്ല, എല്ലാ ദിവസവും ബലി അർപ്പിച്ച് വേണം. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ അതിൻ്റെ പഴയ നിയമത്തിൽ കാണുന്നത് അങ്ങനെയാണ്. ബലി അർപ്പിച്ച് അത് സന്തോഷത്തിൻ്റെ ദിവസമായിരിക്കണം, പക്ഷെ ഒപ്പം ദൈവത്തോടു കൂടെ ബലി അർപ്പിച്ച്. അപ്പോൾ ഇതുപോലെ ആ കൂടാര തിരുനാളിൻ്റെ അന്ന് യേശു പറയുകയാണ്, തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ. അത് കോടീശ്വരനോ, ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ കോടീശ്വരനാകാം, ദരിദ്രനാകാം, ഏത് മതത്തിൽ മനുഷ്യനാണോ. എന്നാൽ സത്യത്തിൽ ഒരു മനുഷ്യനെ നമ്മൾ പഠിക്കുമ്പോൾ എല്ലാ മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു അന്തർദാഹം കിടപ്പുണ്ട്. അത് വേറെ വഴിക്ക് തിരിച്ചു വിടുക, ഒരു പുതിയ ബന്ധം സ്ഥാപിക്കുന്നതിലൂടെ ഈ ദാഹം ശമിക്കുമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഒരു മദ്യത്തിലൂടെ അല്ലെങ്കിൽ മറ്റ് ഭൗതിക സുഖത്തിലൂടെ ഈ ദാഹം ശമിപ്പിക്കാൻ വേണ്ടിയുള്ള പാഴ്ശ്രമം നടക്കുന്നു. ഈശോ ആദ്യത്തെ ദിവസമൊന്നും മിണ്ടിയില്ല, നടക്കട്ടെ. ഈ കൊട്ടും കൊരവിയും മാലപ്പടക്കവും ഈ ബലൂണും ഈ ഉപരിപ്ലവമായിട്ടുള്ള ആഘോഷം എല്ലാം നടക്കട്ടെ. പക്ഷെ മനുഷ്യൻ്റെ ഉള്ളിലെ ദാഹം അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. 7 ദിവസത്തെ തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ എഴുന്നേറ്റ് നിന്ന് കർത്താവ് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഇതെൻ്റെ ജീവിതത്തിൽ ഞാനിത് അനുഭവിച്ചറിഞ്ഞത്. മിലിറ്ററി ജോലി ചെയ്യുന്നു, ചോദിക്കാൻ ആരുമില്ല, ആവശ്യത്തിന് പണം, ഏത് രീതിയിലും സന്തോഷം അനുഭവിക്കാമായിരുന്നു. 12 വർഷം ആ രീതിയിൽ കടന്നുപോയി, മദ്യവും സിഗരറ്റും സിനിമയും ആ രീതിയിൽ ഭൗതിക സന്തോഷത്തിൽ. 82-ൽ 2 മാസത്തെ അവധിക്ക് വന്നപ്പോൾ ഈ യേശുവിൽ നിന്ന് ഒരു തുള്ളി, ഞാൻ പറയുന്നില്ല, ഞാൻ ഒത്തിരി കുടിച്ചെന്ന് പറയുന്നില്ല, സമുദ്രത്തിലെ ജലത്തിൽ ഒരു തുള്ളി മാത്രം ദൈവസ്നേഹം ആ ഒന്ന് അനുഭവിച്ചതാണ്. എൻ്റെ എല്ലാവിധ ദുശീലങ്ങളിൽ നിന്ന്, മദ്യപാനത്തിൽ നിന്ന്, പുകവലിയിൽ നിന്ന്, മിലിറ്ററി ജോലി രാജിവെച്ചു. ഇങ്ങനെയൊരു ജീവിക്കുന്ന ദൈവമുണ്ടെങ്കിൽ ഈ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നതാണ് ഏറ്റവും യുക്തമെന്ന് തോന്നിയതുകൊണ്ട് ആ ജോലി രാജിവെച്ചു. വിവാഹ ജീവിതം വേണ്ടെന്ന് വെച്ചു. ജീവിക്കുന്നെങ്കിൽ കർത്താവിന് വേണ്ടി, മരിക്കുന്നെങ്കിൽ കർത്താവിന് വേണ്ടി. ലോകത്തിലെ ഒരു വ്യക്തിക്കോ വസ്തുവിനോ ശമിപ്പിക്കാൻ പറ്റാത്ത ദാഹം ഈശോ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിൽ നിറവേറി. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വരട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധലിഖിതം പ്രസ്താവിക്കുന്ന പോലെ ജീവജലത്തിൻ്റെ അരുവി ആയി മാറും. എന്ന് വെച്ചാൽ എൻ്റെ ദാഹം ശമിച്ചു എന്നുള്ളതല്ല, നമ്മളൊരു പ്രേക്ഷിതയായി മാറും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തന ശൈലി അതാണ്. എനിക്കെന്തെങ്കിലും ഒരു ദൈവകൃപ കിട്ടിയാൽ എനിക്കത് ഒളിച്ചു വയ്ക്കാൻ പറ്റില്ല, അത് ഒഴുകും, അത് അടുത്തവനിലേക്ക് ഒഴുകും. അപ്പോഴാണ് യേശുക്രിസ്തു ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ജനം, ഒരു സൽക്കർമ്മങ്ങൾ ചെയ്യുന്നൊരു ജനതയായിട്ട് മാറുന്നു. അതിന് സജ്ജീകൃതമായ ഒരു ജനത്തെ ഒരുക്കാൻ വേണ്ടിയാണ് യോഹന്നാനെ അയച്ചത്, സ്നാപ യോഹന്നാനെ. അപ്പം നമ്മൾ സൽകൃത്യം ചെയ്യുന്ന ഒരു സജ്ജീകൃതമായ ജനതയായിട്ട് മാറും. എനിക്ക് ഒരനുഭവം ഉണ്ടായാൽ ഞാനത് അടുത്തവനുമായിട്ട് പങ്കുവയ്ക്കും. അത് പങ്കുവയ്ക്കുന്നില്ലെങ്കിൽ വെറും ഉപരിപ്ലവമായിട്ടുള്ള കുറേ സമാധാനം അതൊക്കെയുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു സ്പർശനം എൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെടാത്തതുകൊണ്ടാണ് എനിക്ക് ആരോടൊന്നും പറയാനില്ലാത്തത്. അപ്പോൾ ബൈബിൾ പറയുകയാണ്, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ. അപ്പോൾ ഒരുക്കത്തോടു കൂടി ഉള്ള ഒരുക്കമില്ലാത്ത ധ്യാനത്തെക്കുറിച്ചാണ്, ആഘോഷത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. യഥാർത്ഥ ആഘോഷത്തെക്കുറിച്ചാണ് ലൂക്കായുടെ സുവിശേഷം 2:10 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. ഭയപ്പെടേണ്ട, സകല ജനത്തിനും വേണ്ടിയുള്ള, ഏത് മതസ്ഥരും പുണ്യവാനോ പാപിയോ സകലർക്കും വേണ്ടിയുള്ള, എന്താണിത്? സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണത്. ക്രിസ്തു ഒരു വ്യക്തിയുടെ സന്തോഷത്തെ ഇല്ലായ്മ ചെയ്യാൻ വന്നതല്ല, ഇത് സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ്. സന്തോഷം, സമാധാനം എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നൊരു ബൈബിൾ ഭാഗം പ്രഭാഷകൻ്റെ പുസ്തകം 51:4. അവിടെ പറയുകയാണ്, ഞാൻ കൊളുത്താതെ തന്നെ എനിക്ക് ചുറ്റും എരിയുന്ന അഗ്നിയിൽ നിന്ന് എൻ്റെ കർത്താവ് എന്നെ രക്ഷിക്കുന്നു. ഇത്തിരി അർത്ഥമുള്ള എല്ലാ വചനവും അതെ. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഞാൻ കൊളുത്താതെ തന്നെ എനിക്ക് ചുറ്റും എരിയുന്ന അഗ്നിയിൽ നിന്ന് എൻ്റെ കർത്താവ് എന്നെ രക്ഷിക്കുന്നു. ഞാനിതിനെക്കുറിച്ച് ധ്യാനിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് 2 പ്രകാരത്തിലുള്ള അഗ്നിയുണ്ട്. ഇന്ന് ധാരാളം പേര് കണ്ണുനീര് കുടിക്കുന്നത് മറ്റാരും കൊളുത്തിയ അഗ്നിയല്ല, അവനോൻ കൊളുത്തിയ അഗ്നിയാണ്. അവനോൻ വരുത്തി വെച്ചതാണ് ഇപ്പം ചിലർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് മറ്റാരെയും പറഞ്ഞിട്ട് കാര്യമില്ല. കേരളത്തിലെ അറിയപ്പെടുന്ന കോടീശ്വര കുടുംബത്തിൽപ്പെട്ട ഒരാൾ, അത്രേ ഞാൻ ആ കുടുംബത്തെക്കുറിച്ച് പറയുന്നുള്ളൂ. ജീവന് തുല്യം സ്നേഹിച്ച പൊന്നോമന മകൾ. ആ മകള് ഒരു കടയിൽ നിൽക്കുന്ന ഒരു തൊഴിലാളിയുമായിട്ട് സ്നേഹബന്ധത്തിലായി. ഒരിക്കലും ആ കുടുംബത്തിന് ചിന്തിക്കാൻ പറ്റാത്തതാണ്. ഒരു അപ്പൻ അമ്മ എന്നുള്ള നിലയ്ക്ക് കണ്ണുനീരൊഴുക്കി
അക്ഷരാർത്ഥത്തിൽ കാല് പിടിച്ചില്ലെങ്കിലും അത്രമാത്രം കെഞ്ചി യാചിച്ചു, മോളെ നീ ഇതിൽ നിന്ന് പിന്മാറണം. അവളെടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. ഈ മകളെയും കൊണ്ട് കേരളത്തിലെ മിക്ക ധ്യാനമന്ദിരത്തിലും ഈ പിതാവ് കയറി ഇറങ്ങി. ഒരു വ്യത്യാസമില്ലാതെ എടുത്ത തീരുമാനത്തിൽ ആ കുട്ടി ഉറച്ചു നിൽക്കുക. അവസാനം ബഹുമാനപ്പെട്ട വൈദ്യർ പറഞ്ഞു, പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടിയാണ്, നടത്തി കൊടുക്കാതെ അത് എന്ത് ചെയ്യാൻ പറ്റും. ആ കുടുംബത്തെക്കുറിച്ച് ചെറിയൊരു അന്വേഷണം നടത്തിയപ്പോൾ ഈ ചെറുക്കൻ്റെ അപ്പൻ കേരളത്തിൽ നിന്ന് പെൺകുട്ടികളെ ഗുജറാത്തിൽ ചെമ്മീൻ കമ്പനിയിൽ ജോലി വാഗ്ദാനം ചെയ്ത് പെൺവാണിഭത്തിന് ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ആളാണ് ഈ ചെറുക്കനല്ല, ചെറുക്കൻ്റെ അപ്പൻ. ഇപ്പോൾ ഈ കോടീശ്വരന് ഈ കാര്യം മനസ്സിലായി. എങ്ങനെ ഈ മകളെ ആ വീട്ടിലേക്ക് അയക്കും? ബൈബിൾ പറയുന്നുണ്ടല്ലോ സുഭാഷിതത്തിൽ, ശരിയെന്ന് തോന്നുന്ന വഴി ചിലപ്പോൾ മരണത്തിലേക്ക് നയിക്കുന്നതാകാം. ഇത് ഒത്തിരി പേരിന്ന് സ്വയം ദഹിച്ചുകൊണ്ടിരിക്കുന്നത് അവനവും കുഴിച്ച കുഴിയിലാണ്, അവനവും കൊളുത്തിയ അഗ്നിയിലാണ്. അപ്പോൾ ഇതിൻ്റെ തിരുവചനങ്ങളുമായിട്ട് നമ്മൾ 4 ദിവസം ജീവിക്കുമ്പോൾ ഈ ജീവിതം ധന്യമാകണമെങ്കിൽ കർത്താവിൻ്റെ വചനത്തിൻ്റെ പൊരുൾ നമ്മൾ ഗ്രഹിക്കണം. ആ കുട്ടിക്ക് ഇപ്പോൾ തോന്നുന്നത് അപ്പൻ തെറ്റ്, അമ്മ തെറ്റ്, മറ്റുള്ള സുഹൃത്തുക്കൾ ബന്ധുക്കളെല്ലാം പറയുന്നത് തെറ്റ്, ഞാനെടുത്ത തീരുമാനം ശരി. ഇത് തിരുത്തി കുറിക്കാൻ ലോകത്തിലൊരു വ്യക്തിക്ക് സാധ്യമല്ല. ഇനി ദൈവം നേരിട്ട് ആ പെൺകുട്ടിയുടെ മുൻപിൽ അവതരിച്ച് മോളെ നീ ഇതിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞാൽ അവൾ കൂട്ടാക്കില്ല. അവളത് ഉറപ്പിച്ചു കഴിഞ്ഞു മനസ്സിൽ. ഇവിടെ സുഭാഷിതങ്ങൾ അധ്യായം 14-12, ശരി എന്ന് തോന്നുന്ന വഴി ചിലപ്പോൾ മരണത്തിലേക്ക് നയിക്കുന്നതാകാം. ഇത് ഭൂമിയിൽ ആർക്ക് തെറ്റെന്ന് തോന്നിയാൽ ആ മകൾക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ കല്യാണം കഴിഞ്ഞു. ശരിക്കും സ്വന്തം ഈ ഹൃദയം തന്നെയാണ് പറിച്ചു നടുന്നത്. അവർ ഭക്ഷണമില്ലാത്ത നാളുകൾ, ഉറക്കമില്ലാത്ത രാത്രികൾ, കണ്ണുനീരുകൊണ്ട് അപ്പൻ്റെയും അമ്മയുടെയും തലയണ കുതിരുന്ന ഒരു മകളെ കുറിച്ച് പണ്ട് തമിഴിൽ ഒരു സിനിമ കേട്ടിട്ടുണ്ടായിരുന്നു. ആ സിനിമയിലെ പാട്ടിലെ 2 വരികൾ ഇങ്ങനെയാണ്. അതിൻ്റെ അർത്ഥം മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ്: ഒരു തെങ്ങിൻ തൈ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇളനീര് പ്രതീക്ഷിക്കുക, ഒരു കുഞ്ഞിന് ജന്മം നൽകിയാൽ കണ്ണീരെന്നാണ് പറയുന്നത്. മകൻ മൂലം രക്തത്തിൻ്റെ കണ്ണുനീര് കുടിക്കുന്നൊരു അപ്പൻ പാടുന്ന പാട്ടിലെ 2 വരികളാണ്. ഒരു തെങ്ങിൻ തൈ ഈ സമയത്ത് വെച്ചിരുന്നെങ്കിൽ 8-10 വർഷം കഴിയുമ്പോൾ എനിക്ക് കരുക്ക് കിട്ടുമായിരുന്നു, ഇളനീര് കിട്ടുമായിരുന്നു. പാല് കൊടുത്ത് പഴം കൊടുത്ത് വളർത്തിയെടുത്ത് ഈ മകനെ ജന്മം നൽകിയിട്ട് ഇന്ന് കണ്ണുനീരാണ്. അപ്പോൾ ഈ രീതിയിൽ അപ്പൻ്റെയും അമ്മയുടെയും ചങ്കിൽ മുറിവുണ്ടാക്കി ഇവളൊരു സാമ്രാജ്യം, ഒരു പർദീസ കെട്ടിപ്പടുക്കുക. ആദ്യത്തെ ആഴ്ചയിൽ അവൾക്ക് മനസ്സിലായി, മിന്നുന്നതെല്ലാം പൊന്നല്ല, എനിക്ക് തെറ്റുപറ്റി. ഈ പറ്റാൻ പോകുന്നത് വീട്ടുകാർക്ക് നേരത്തെ മനസ്സിലായി, ഇവൾക്ക് അവിടെ ചെന്ന് കയറിയപ്പോൾ മനസ്സിലായി. ഇപ്പോഴവൾക്ക് ഉപേക്ഷിക്കാനും പറ്റില്ല, നിൽക്കാനും പറ്റാത്ത അവസ്ഥ. 1 മാസം കഴിഞ്ഞപ്പോൾ വീട്ടുകാരുടെ കാതിൽ വാർത്തയെത്തി, രക്ഷിച്ചു കൊണ്ടുവന്നു. ഇതൊരൊറ്റപ്പെട്ട സംഭവമാണോ? ഇത്? അപ്പോൾ ഉപരിപ്ലവമായിട്ട് നമ്മൾ ന്യൂ ഇയറും ആശംസിച്ചുകൊണ്ടോ ഹാപ്പി ക്രിസ്മസ് പറഞ്ഞുകൊണ്ടൊന്നും ഇതൊന്നും അവനവൻ്റെ ജീവിതത്തെ സ്പർശിക്കുന്നില്ല. അതുകൊണ്ടാണ് ദൂതനെ മുൻകൂട്ടി അയച്ചത് വഴിയൊരുക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സംവിധാനം ക്രമീകരിച്ചത്. ജീവിതത്തിൽ ഒരുപക്ഷെ 50-ാമത്തെ 60-ാമത്തെ 70-ാമത്തെ 90-ാമത്തെ ക്രിസ്മസ് ആയിരിക്കാം ആഘോഷിക്കാൻ പോകുന്നത്. അതിൽ വ്യത്യസ്തമായ രീതിയിൽ വചനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഇതെല്ലാം എന്തിനു വേണ്ടി ആ ക്രിസ്തുവിനെ സ്വന്തമാക്കുമ്പോഴാണ് അത് ക്രിസ്മസ് ആയിട്ട് മാറുന്നത്, അത് ആഘോഷമായിട്ട്, സമാധാനമായിട്ട് മാറുന്നത്. അപ്പം ഞാൻ കൊളുത്താതെ തന്നെ എനിക്ക് ചുറ്റും എരിയുന്ന തീയിൽ നിന്ന് ഈ അപ്പനും അമ്മയും ഇപ്പോഴും ഉരുകുന്നത് അവർ കൊളുത്തിയ തീയല്ല. ഈ മകളിപ്പോൾ ഉരുകുന്നത് അത് അവൾ സ്വയം കൊളുത്തിയ തീയാണ്. അപ്പോൾ ഈ അപ്പനെയും അമ്മയും ഇപ്പോൾ ദൈവം രക്ഷിച്ചു. ഈ അപ്പനെയും അമ്മയും, ആ മകൾ തിരിച്ചു വന്നു, ആ അപ്പനെയും അമ്മയും രക്ഷിച്ചു. ഈ മകളെ ഇപ്പോൾ ദൈവം രക്ഷിച്ചിരിക്കുക. അപ്പം നമ്മളിതൊരു ഉദാഹരണം ഞാൻ എടുത്തു പറഞ്ഞതാണ്. ഇനി ഇതുമായിട്ട് നിങ്ങളുടെ തീ എന്താണ്, നിങ്ങളിപ്പോൾ പെട്ടിരിക്കുന്ന അവസ്ഥ എന്താണ് നോക്കുക. ഇതിൻ്റെ പ്രതി ആരാ? നിങ്ങൾ തന്നെയാണോ പ്രതി? എങ്കിൽ സമയം വൈകിട്ടില്ല. സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന് സദ്വാർത്തയായിട്ടാണ് യേശു വന്നത്. അംഗീകരിക്കുക തെറ്റിപ്പോയെന്ന്. ഞാൻ കൊളുത്താതെ തന്നെ എനിക്ക് ചുറ്റും എരിയുന്ന അഗ്നിയിൽ നിന്ന് എൻ്റെ കർത്താവ് എന്നെ രക്ഷിക്കുന്നു. സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് അറിയിച്ചിരിക്കുന്നത്, കർത്താവ് അറിയിക്കുന്നത്. അത് ഞാൻ കൊളുത്തിയ തീയാണെങ്കിലും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 41 മുതലുള്ള വാക്യങ്ങൾ. ഈശോയുടെ കുരിശിൻ്റെ ഇടത്തും വലത്തും 2 കള്ളന്മാരെയും കൂടി ക്രൂശിച്ചിരിക്കുക. ഇടതുവശത്തെ കള്ളൻ ശപിക്കുകയാണ്, പരിഹസിക്കുകയാണ്. നീ വലിയ സിദ്ധിയുള്ളവനാണെങ്കിൽ നിന്നെയും രക്ഷിക്കുക, ഞങ്ങളെയും രക്ഷിക്കുക. അവനെ ശകാരിച്ചു, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? നീയും ഞാനും പിടിക്കപ്പെട്ടെങ്കിൽ, ശിക്ഷിക്കപ്പെട്ടെങ്കിൽ അറസ്റ്റ് ചെയ്ത പോലീസുകാരനെയോ വധശിക്ഷ വിധിച്ച കോടതിയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ പ്രവൃത്തിക്ക് തക്ക ഫലം നമുക്ക് കിട്ടിയിരിക്കുന്നു. ഇത് നമ്മൾ അറിയിക്കുന്നതാണ്. പക്ഷേ ഈ മനുഷ്യനുണ്ടല്ലോ, ഈ നടുക്ക് കുരിശേ കിടക്കുന്നവൻ, അവനൊരു തെറ്റും ചെയ്തിട്ടില്ല.
കുരിശിൽ കിടന്ന് അവൻ പറയുക, അവനൊരു തെറ്റും ചെയ്ത, ഞാനിപ്പോഴും അനുഭവിക്കുന്ന ഈ തീ ഇതിന് മറ്റാരും കൊളുത്തിയതല്ല, ഞാൻ തന്നെ കൊളുത്തിയത്. എന്നിട്ട് അവനിൽ ഈ വലിയ ദൈവശാസ്ത്രമൊന്നും അവൻ അറിയില്ലെങ്കിലും സമ്പൂർണ്ണ ബൈബിളിൻ്റെയും പ്രവാചകന്മാർ എന്താണോ പഠിപ്പിച്ചത് അത് മുഴുവൻ അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ആ കുരിശിൽ കിടന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഞാനിപ്പോഴും മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്ന പോലെയല്ല. ചരിത്രകാരന്മാർ പറയുന്നത് ക്രൂശിക്കപ്പെട്ട വ്യക്തി ആ ശരീരം ഇങ്ങനെ ഏതാണ്ട് മലയാളത്തിൽ റാ എന്ന് എഴുതിയ ഷേപ്പിൽ ഈ താട വയറിൻ്റെ ഭാഗം വരെ വളഞ്ഞു വന്നിട്ടാണ് ശ്വാസം എടുക്കുന്നത്. അങ്ങനെ കഷ്ടപ്പെട്ടാണ് കുരിശിൽ 7 മൊഴികൾ ഈശോ പറഞ്ഞു കൂട്ടി ചേർത്തത്. അതിലൊന്നാണ് അവനോട് പറഞ്ഞത്, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. അതിനുള്ള കാരണം എന്താണ്? അവൻ തിരിച്ചറിഞ്ഞു, ഈ നടുക്ക് കിടക്കുന്ന മനുഷ്യനെ കുരിശിൽ തറച്ച് കൊന്നാലും അവൻ്റെ രാജ്യം ഇവിടം കൊണ്ട് അവസാനിക്കുകയല്ല, ഇവിടം കൊണ്ട് ആരംഭിക്കുകയാണ് ചെയ്യുന്നു. 1. 2, ഇവന് പാപികളുടെ മേൽ തേടി വന്നവനാണ്, കരുണയുള്ളവനാണ്. ഇവൻ മനസ്സ് വെച്ചാൽ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ചെയ്ത കൊള്ളയും കൊലയും പിടിച്ചുപറിയും ഇവനെ ക്ഷമിക്കാൻ പറ്റും. അതവൻ പറഞ്ഞു, നിനക്ക് നീ മനസ്സ് വെച്ചാൽ എൻ്റെ മേൽ കരുണയായിരിക്കണം. അപ്പോൾ ഇവനിതിൻ്റെ അപ്പുറത്തേക്കൊരു ജീവിതമുണ്ട്. നീ നിൻ്റെ രാജ്യത്തിലായിരിക്കുമ്പോൾ ഒരു സാധാരണ മനുഷ്യന് പറയാൻ പറ്റില്ല. പിടിക്കപ്പെട്ട 2 പാപികളുടെ മധ്യത്തിൽ കുരിശിൽ കിടക്കുന്നൊരു വ്യക്തിയോട് നീ നിൻ്റെ രാജ്യം തീരുക, കുരിശിൽ തറച്ച് കൊല്ലുക. ഇതല്ലേ ബൈബിളിൻ്റെ സാരാംശം, ഇതല്ലേ പ്രവാചകന്മാർ പ്രവചിച്ചത്, ഇതല്ലേ ദൈവം നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതല്ലേ ഇനിയും പലർക്കും മനസ്സിലാക്കാൻ പറ്റാത്തത്. പലരും മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് അമ്മയുടെ ഉദരത്തിൽ നിന്ന് ആരംഭിച്ച് 6 അടി മണ്ണോടുകൂടി തീരുന്നത്. അതിനകത്ത് കുറേ ലിസ്റ്റുമായിട്ട് ദൈവത്തെ സമീപിക്കുക, അതല്ലല്ലോ. അതുകൊണ്ടാണല്ലോ പൗലോസ് ഇങ്ങനെ പറഞ്ഞു, 1 കൊരിന്ത്യസ് 15:19 വാക്യം, ഈ ലോകത്തിലെ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണ് നമ്മളെങ്കിൽ നമ്മളെല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യരാണ്. ഇവിടെ എൻ്റെ മോളുടെ കല്യാണം നടക്കണം, രോഗം വരാൻ പാടില്ല, ബിസിനസ് നന്നാകണം, കടം മാറണം, കുടുംബസമാധാനം കിട്ടണം, അങ്ങനെ ഇവിടുത്തെ മാത്രം ചുറ്റിപ്പറ്റിയാണ് ഞാനൊരു ദൈവത്തെ ദൈവമായി കാണുന്നതെങ്കിൽ മണ്ടന്മാരാണെന്നാണ് പറയുന്നത്. എന്നാൽ ഇതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊരു ജീവിതമുണ്ട്, അതുകൊണ്ട് ഞാൻ യേശുവിനെ ദൈവമായിട്ട് സ്വീകരിക്കുന്നു എങ്കിൽ നമ്മൾ ജ്ഞാനികളാണ്. അപ്പോൾ ആ കള്ളന് കിട്ടിയ ആ അറിവാണ്. നീ നിൻ്റെ രാജ്യത്തിലായിരിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ. ഒരു മനുഷ്യന് പറയാൻ പറ്റുമോ? കുരിശി തറച്ച് കൊല്ലുന്നവൻ, വധിക്കപ്പെടുന്നവൻ എന്ത് രാജ്യമാണ് ഉള്ളത്? പക്ഷെ അവനറിയാം. അപ്പോൾ ഈശോ പറഞ്ഞു, സത്യമായി നീ എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. അപ്പോൾ അവൻ കൊളുത്തിയ അഗ്നിയാണെങ്കിൽ അതിൽ നിന്ന് കർത്താവ് രക്ഷിക്കുക. ഇനി മറ്റാൾ കൊളുത്തിയ അഗ്നിയാണെങ്കിൽ അതിൽ കർത്താവ് എന്നെ രക്ഷിക്കുക. എന്തുമാത്രം പേരാ ഇന്നിപ്പം സാധാരണ ഗതിയിൽ മനുഷ്യയിടയിൽ കാണുന്ന കുടുംബ തകർച്ചകൾ. എല്ലാ കാലഘട്ടത്തേക്കാൾ കൂടുതലായി ഈ കാലഘട്ടത്തിൽ കുടുംബ തകർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. കാര്യം നമുക്ക് അറിവുണ്ട്, വിവാഹത്തിൻ്റെ ഒരുക്കമായിട്ടുള്ള ധ്യാനങ്ങൾ നടക്കുന്നുണ്ട്, എവിടെയെങ്കിലുമൊക്കെ ധ്യാനങ്ങളിൽ പങ്കെടുത്തവരാണ്. ഇതൊക്കെ ശരിയാണെങ്കിലും പ്രത്യേകിച്ച് പുതിയ പുതിയ കുടുംബങ്ങൾ, യുവതി യുവാക്കളുടെ ഇടയിൽ കുടുംബജീവിതത്തിൽ തകർച്ചകൾ കൂടി വരിക. 1 പറഞ്ഞ് 2 രണ്ടാമത്തതിന് വിവാഹമോചനത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ചെറിയ കാര്യം പോലും തരണം ചെയ്യാൻ പറ്റുന്നില്ല. നിനക്ക് നിൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി, അങ്ങനെ ഒരു കാഴ്ചപ്പാട്ടിലേക്കാണ് പലപ്പോഴും വരുന്നത്. അബുദാബിയിൽ ധ്യാനം നടത്തുമ്പോൾ വിദ്യാസമ്പന്നർ ഭാര്യയും ഭർത്താവോടെ ജോലി ചെയ്യുക. അവർ തമ്മിൽ എന്തോ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഭർത്താവിൻ്റെ 1 പറഞ്ഞ് രണ്ടാമത്തതിന് ഇദ്ദേഹത്തിൻ്റെ വായിൽ വിവാഹമോചനം, നിനക്ക് നിൻ്റെ വഴി, അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ അവൾ ക്ഷമിക്കും, അതിനത്ര വേണ്ടത്ര വില കൊടുത്തില്ല. കുറേ എന്നും പല പ്രാവശ്യമായി കഴിഞ്ഞപ്പോൾ ഇവളും ചിന്തിച്ചു, അങ്ങേരേക്കാൾ കൂടുതൽ ശമ്പളം ഞാൻ വാങ്ങുന്നുണ്ട്. ആ പഴയ കാലമൊക്കെ പോയി, ഈ ഭർത്താവിൻ്റെ അടിമയായി കഴിയേണ്ട കാലം. അങ്ങനെ നിനക്ക് നിർബന്ധമാണെങ്കിൽ നിനക്ക് നിൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി, അത് ആകാമെന്ന് പറഞ്ഞു. ഇവളും പറഞ്ഞു വാശിയിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ധ്യാനം നടക്കുന്നത്. അപ്പോൾ ഒരു കാണാനായിട്ട് വന്നു, സംസാരിച്ചു. എന്താ കാരണം? നമുക്ക് അത്ഭുതം തോന്നുക. ബ്രദറെ, ഞാൻ ഇവളോട് കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ പറഞ്ഞിട്ടുണ്ട്, എവിടെയെങ്കിലും പോകണമെങ്കിൽ കൃത്യസമയത്ത് പറഞ്ഞ സമയത്ത് തയ്യാറായി ഇറങ്ങണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വരെ ഇവൾ അരമണിക്കൂർ താമസിച്ചിട്ട് ഇപ്പം ഇങ്ങോട്ട് വരാൻ 7 മണിക്കെന്ന് പറഞ്ഞ് 7:30 ഇവൾ ഇറങ്ങിയത്. നോക്കുക. അപ്പോൾ ഒരു പ്രശ്നമാണ്. അവരുടെ വേറൊരു കുഴപ്പമില്ല, കള്ളുകുടിയനോ മറ്റു തെമ്മാടിയോ ഒന്നുമല്ല ഭർത്താവ്. അപ്പോൾ ഭാര്യയ്ക്ക് മനസ്സിലായി എൻ്റെ ഭർത്താവിനൊരു നിർബന്ധമുള്ളത് കൃത്യസമയത്ത്. അങ്ങനെ ഇത് മനുഷ്യൻ മനസ്സ് വെച്ചാൽ ചെയ്യാൻ പറ്റാത്തതാണോ? ഇനി ആ മനുഷ്യൻ, അയാൾക്കും മനസ്സിലാക്കാം എൻ്റെ ഭാര്യയ്ക്ക് മറ്റ് യാതൊരു കുഴപ്പവും ഇല്ല, ഇങ്ങനെയൊരു കുഴപ്പമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? 7 മണിക്ക് ഇറങ്ങുന്നതെങ്കിൽ 6:30 പറഞ്ഞോ, അപ്പോൾ 7 മണിക്ക് ആളെ കിട്ടുമല്ലോ. ഇത് വിവാഹമോചനത്തിനുള്ള കാരണമാണോ? ഞാനൊരു ഉദാഹരണം എടുത്തു പറഞ്ഞത്, ഇങ്ങനെ ചെറിയ ചെറിയ കാര്യത്തിന്, നിസ്സാര കാര്യത്തിന് വിവാഹമോചനത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. പണ്ടിങ്ങനെയായിരുന്നു. എന്തുമാത്രം സഹനങ്ങൾ. കുറവലങ്ങാടെന്ന് പറയുന്ന സ്ഥലത്തൊരു സമ്പന്ന കുടുംബം. ആ കുടുംബനാഥൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ, അയാളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല, ഒരു പ്രത്യേക സാഹചര്യത്തിൽ
അയാളുടെ മകളുടെ പ്രായമുള്ള ഒരു അന്യസമുദായത്തിൽപ്പെട്ട പെണ്ണിനെയും കൊണ്ട് ഇയാൾ നാടുവിട്ടു. മക്കളൊക്കെ കോളേജിൽ പഠിക്കുക. അപ്പം കുട്ടികൾ സ്കൂളിൽ ചെന്നപ്പോൾ, കോളേജിൽ ചെന്നപ്പോൾ കൂട്ടുകാർ ചോദിച്ചേട്ടാ നിൻ്റെ പപ്പ ആരെയോ അടിച്ചുകൊണ്ട് പോയെന്ന് കേട്ടല്ലോ, നേരാണോ? അവൻ പുസ്തകവും മടക്കി കെട്ടി വീട്ടിലേക്ക് വന്നു. അവൻ വലിച്ചെറിഞ്ഞു. ആകപ്പാടെ എല്ലാവർക്കും വിഷമമാണ്. പക്ഷേ ആ സ്ത്രീ വലിയ ദൈവത്തിൽ ആശ്രയമുള്ളൊരു സ്ത്രീയായിരുന്നു. പരിശുദ്ധ കുർബാനയുടെ ശക്തിയിൽ വിശ്വാസമുള്ളൊരു സ്ത്രീയായിരുന്നു. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകും. ആ ആൾക്കാരുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കും, കർത്താവേ, വർഷങ്ങൾക്ക് മുൻപ് ഈ ആൾക്കാരുടെ മുമ്പിൽ വെച്ചാണ് മരണം വരെ ഞങ്ങൾ ഒന്നായിരിക്കും എന്ന് പറഞ്ഞ് കൈപിടിച്ചത്. എന്തുകൊണ്ടോ എൻ്റെ ഭർത്താവിന് ഇവിടം വരെ സാധിച്ചിട്ടുള്ളൂ. ഞാൻ എൻ്റെ ഭർത്താവ് തിരിച്ചു വരാനല്ല പ്രാർത്ഥിക്കുന്നത്, അദ്ദേഹം മാനസാന്തരപ്പെട്ട് തിരിച്ചു വരാനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പതിവായിട്ട് ഭർത്താവ് ഇരിക്കാറുള്ള സ്ഥാനത്ത് ഭക്ഷണം വിളമ്പും, പാത്രം വെച്ചിട്ട്. മക്കൾക്കറിയാം അവിടെ പപ്പയായിരിക്കുന്നു. ഈ മകൻ ചോദിക്കും, ആർക്കാ മമ്മി ആ ഭക്ഷണം? ആ അമ്മ പറയുക, മോനെ, നമ്മുടെ പപ്പ അത്രക്കാരനല്ല, നമ്മൾ ദൈവത്തോടല്ലേ പ്രാർത്ഥിക്കുന്നു, വരും മോനെ, പപ്പ വരും. ഈ തണുത്ത ഭക്ഷണമാണ് പിന്നെ ആ സ്ത്രീ കഴിക്കുന്നത്. അങ്ങനെ എത്ര ദിവസം, എത്ര മാസം, എത്ര വർഷം. ഈ പെൺകുട്ടിയും കൊണ്ടുപോയി ഏറ്റുമാനൂർ പോയി സ്ഥലം വാങ്ങി, ഇവിടെ കുറവലങ്ങാടുന്ന് പോയി ഏറ്റുമാനൂർ സ്ഥലം വാങ്ങിച്ചു. വലിയ പണക്കാരനാണ്. അവിടെ വലിയ ബംഗ്ലാവും എസ്റ്റേറ്റും ഒക്കെയായി. മക്കളിടയ്ക്ക് പപ്പയെ കാണാൻ പോകും. ആ സ്ത്രീയിലും കുട്ടികളൊക്കെ ഉണ്ടായി. ഒരു ദിവസം അദ്ദേഹം പറയുകയാണ്, മക്കൾ വന്നപ്പോൾ ഞാനും കൂടി അങ്ങ് വന്നാലോ എന്നാണ് ആലോചിക്കുന്നത്. മക്കൾ പറഞ്ഞു, പപ്പയുടെ വീടല്ലേ, എന്തിനാലും പോരാവല്ലോ, സാധനം എടുത്ത് വയ്ക്കും. വണ്ടിയിലെടുത്ത് വെച്ചു പോരുകയാണ്. ആ ഭാര്യയ്ക്കും മക്കൾക്കും മാമുദിസ കൊടുത്ത് അവിടുത്തെ വീടും പറമ്പ് അവരുടെ പേരിൽ എഴുതി കൊടുത്ത് ദൈവം യോജിപ്പിച്ച ഭാര്യയുടെ കൂടെ 2 വർഷം, 54 വർഷത്തിന് ശേഷമാണ് തിരിച്ചു വരുന്നതെന്ന് ഓർക്കണം. അങ്ങനെ ദൈവം യോജിപ്പിച്ച ഭാര്യയുടെ കൂടെ 2 വർഷവും കൂടി സുഖമായി ജീവിച്ചിട്ടാണ് ആ മനുഷ്യനെ ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. ഇതാണ് പൗലോസ്ലീഹ പറയുന്നത്, മക്കളെ, വചനമനുസരിക്കാത്ത ഏതെങ്കിലും ഒരു ഭാര്യയോ ഭർത്താവോ ഉണ്ടെങ്കിൽ, ആരെങ്കിലും ഒരാൾ ദൈവവിശ്വാസമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ സഹനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ അടുത്ത വ്യക്തിയെ രക്ഷിക്കാൻ പറ്റുമെന്ന് പറയുന്ന ഈ അർത്ഥത്തിൽ. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കിക്കേ. ഞാൻ പറഞ്ഞ സമയത്ത് ഇവൾ ഇറങ്ങുന്നില്ല എന്നുള്ള കാരണത്താൽ ഇവളുടെ കൂടെ പൊറുക്കാൻ പറ്റുന്നില്ല വിവാഹമോചനം. ഇയാൾ കർക്കശക്കാരനാണ്, ഈ ഒരു കാരണത്താൽ ഇയാൾ എപ്പോഴും വഴക്കുണ്ടാക്കുന്നു, ഇയാളുടെ കൂടെ പൊറുക്കാൻ പറ്റില്ല. ഇത് ഞാൻ ഇന്നത്തെ തലമുറയിലെ ഒരു ദമ്പതിയുടെ ഉദാഹരണമായിട്ട് എടുത്തുനിന്ന് മാത്രം. ഈ വചനങ്ങൾക്ക് നിങ്ങൾ ചിന്തിക്കും, നിങ്ങളുടെ എങ്ങനെ ചെറിയൊരു വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുന്നുണ്ടോ? എവിടെ വിട്ടുവീഴ്ചയില്ലാതെ എങ്ങനെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? 3 കാര്യങ്ങൾ മതി. ഒന്ന്, അടിസ്ഥാനപരമായിട്ട് സ്നേഹമുണ്ടെങ്കിൽ ഇതെല്ലാം പ്രശ്നം പരിഹരിക്കാനുള്ളതേ ഉള്ളൂ. ഈ സ്നേഹം എന്ന് പറയുന്നത് തൊലിപ്പുറത്ത് കാണിക്കുന്ന ഒരു വികാരമല്ല. സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ ഇഹലോക ജീവിതം ധന്യമാണെങ്കിൽ ഈശോ അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. അതങ്ങ് ഒഴിവാക്കാൻ വേണമെങ്കിൽ നിങ്ങൾ സ്നേഹിക്കും എന്ന് പറഞ്ഞാൽ നമുക്കതൊക്കെ സാധിക്കുന്നത്. അതിനെ ഉദാഹരണം പറഞ്ഞത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹിക്കുവിൻ. ആ സ്നേഹം എന്താണ്? അത് 1 കൊരിന്ത്യസ് 13 പറയുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ സ്നേഹം എന്തായിരുന്നു? സ്നേഹം ദീർഘക്ഷമയും ദയയുള്ളതുമാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല. സ്നേഹം ആത്മപ്രശംസ ചെയ്യുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല. ഇങ്ങനെ കുറേ കാര്യങ്ങൾ എടുത്തു പറയുക. എന്നിട്ട് ഓരോ ഭാര്യയും ഓരോ ഭർത്താവും ഈ തിരുവചനം കേൾക്കുന്ന വ്യക്തി ദയവ് ചെയ്ത് ബൈബിളിലെ സ്നേഹം എന്ന വാക്ക് വരുന്നിടത്ത് അത് മാറ്റി നിങ്ങളുടെ പേരോടെ വെച്ച് വായിച്ചു നോക്കുക, ചേരുന്നുണ്ടെങ്കിൽ. സ്നേഹം ദീർഘക്ഷമയും ദയയുള്ളതാണ്. ഇപ്പം നിങ്ങളുടെ പേര് ജോർജ് എന്നാണെങ്കിൽ ആ ജോർജ് ദീർഘക്ഷമയും ദയയുള്ളവനാണെന്ന് വായിച്ചിട്ട് ശരിയാവുന്നുണ്ടെങ്കിൽ അടുത്തത് വായിക്കുക. ഇതായി സ്നേഹം എന്ന് പറയുന്നു. അല്ലാണ്ട് ഞാൻ മനസ്സിൽ കാണുന്നത് മരത്തിൽ കണ്ട് ചെയ്തു തരുന്നൊരു പെണ്ണിൻ്റെ കൂടെ മാത്രമേ ഞാൻ ജീവിക്കൂ, അങ്ങനെ ഒരു ഭർത്താവിൻ്റെ കൂടെ ഞാൻ ജീവിക്കൂ, അങ്ങനെ സ്ത്രീ ഭൂമിയിലില്ല, അങ്ങനൊരു പുരുഷൻ ഭൂമിയിലില്ല. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അപ്പോൾ എത്രയോ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് അപ്പനും അമ്മയും നഷ്ടപ്പെടുക ചെയ്യുന്നു. അപ്പം ഞാൻ കൊളുത്തിയ തീയാണെങ്കിലും മറ്റൊരാൾ കൊളുത്തിയ തീയാണെങ്കിലും രക്ഷാമാർഗം ഒന്നേ ഉള്ളൂ. അപ്പം മാലാഖ അയച്ച സന്ദേശൻ്റെ ആഴങ്ങളിൽ നിന്ന് ആഴങ്ങളിലേക്ക് പോകണം. 2 നക്ഷത്രം തൂക്കിയത് കൊണ്ടോ 2 ക്രിസ്മസ് കാർഡ് അയച്ചത് കൊണ്ടോ അവിടെ അന്ന് കുറച്ച് എന്തെങ്കിലും ഉപരിപ്ലവമായിട്ട് കുറേ ഭക്ഷണങ്ങൾ ഒരുക്കിയത് കൊണ്ടോ മാത്രം ആർക്കും സന്തോഷം കിട്ടാൻ പോകുന്നില്ല. ഒരു പാരമ്പര്യ കുടുംബത്തിലെ അമ്മച്ചി എന്നോട് പറഞ്ഞു, ആത്മാർത്ഥമായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞതാണ് അമ്മച്ചി പറയായിരുന്നു, എൻ്റെ മോനെ, ഈസ്റ്റർ, ക്രിസ്മസ് ഇതുപോലെ ഓരോ വിശേഷ ദിവസങ്ങൾ അടുത്ത് വരുമ്പോൾ എൻ്റെ നെഞ്ചിൽ തീയാണ്. കണ്ണീരിൻ്റെ ഉപ്പ് കലരാത്ത ഭക്ഷണം കഴിച്ച ഒരൊറ്റ ആഘോഷം ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിട്ടില്ല. ഇത് എത്രയോ കുടുംബങ്ങളെ സംബന്ധിച്ച് സത്യം. എല്ലാം ആ സന്തോഷം ലോകം മുഴുവൻ യേശുവിൻ്റെ തിരുപ്പിറവിയിൽ ആനന്ദിക്കുമ്പോൾ മൂക്കറ്റം കുടിച്ച് വിവാഹം കഴിച്ചയച്ച പെൺകുട്ടി വന്നിട്ടുണ്ട്, ഭർത്താവും മക്കളും വന്നിട്ടുണ്ട്, വിദേശത്തുള്ള മകൻ വന്നിട്ടുണ്ട്. അങ്ങനെ നാനാഭാഗത്തുള്ള ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടുകയാണ്. വിശിഷ്ട വിഭവങ്ങളെല്ലാം തയ്യാറാക്കിയിരിക്കുന്നു. 1 or 2 വ്യക്തികൾ മദ്യപിച്ച് ലക്ക് കെട്ട് അനവസരത്തിൽ ചില കാര്യങ്ങൾ അവിടെ എടുത്തിട്ട്
അന്ന് ചിലർ കണ്ണുനീരൊഴുക്കി, ചിലർ രാത്രി തന്നെ ഇറങ്ങി പുറപ്പെട്ടു, ചിലർ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാതെ കിടന്നുറങ്ങുന്നു. എത്രയോ ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്നവരുടെ കുടുംബത്തിൽ ഈ രീതിയിലുള്ള ക്രിസ്മസുകൾ നടമാടുന്നുണ്ട്. ഇതല്ല കർത്താവ് വാഗ്ദാനം ചെയ്ത സമാധാനം, ഇതല്ല കർത്താവ് വാഗ്ദാനം ചെയ്ത സന്തോഷം എന്ന് പറയുന്നത്. അപ്പം മാലാഖ പറയുകയാണ്, സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ക്രിസ്തുവിൻ്റെ വചനാധിഷ്ഠിതമായി ക്രിസ്തുവിൻ്റെ മാർഗത്തിലൂടെ ചെല്ലുമ്പോൾ ക്രിസ്തു വാഗ്ദാനം ചെയ്ത സമാധാനം വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സമൂഹത്തിനും അനുഭവിക്കാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ഉപരിപ്ലവമായിട്ടുള്ള ഒരു നക്ഷത്രം തൂക്കലിലും പുൽക്കൂടിലും ഏതാനും ഭക്ഷണപാനീയങ്ങളിലും ഒതുങ്ങാതെ അതിൻ്റെ കാതലായ സന്ദേശം സ്വീകരിക്കുകയാണെങ്കിൽ ഏത് വ്യക്തിക്കാണ് സമാധാനം കിട്ടില്ലാത്ത, ഏത് കുടുംബത്തിനാണ് സമാധാനം കിട്ടില്ലാത്തത്? കുറേ നാളുകൾ കടന്നുപോയി. ഇനിയുള്ള നാളുകളെങ്കിലും എൻ്റെ ജീവിതവും വചനവുമായിട്ടൊന്ന് പൊരുത്തപ്പെടുത്താൻ ശ്രമിച്ചാൽ ഏതൊരു വ്യക്തിക്കും രക്ഷ പ്രാപിക്കാൻ ദൈവസഹായം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ആ സ്ത്രീ എങ്ങനെയാണ് ശക്തി സംഭരിച്ചത്? ആ സ്ത്രീ ഊർജം സ്വീകരിച്ചത് പരിശുദ്ധ കുർബാനയിൽ നിന്നാണ്, ദൈവത്തിൽ നിന്നാണ്. അത് തേടാത്തതാണ് ഇന്നത്തെ തകർച്ചയുടെ കുഴപ്പം. ഗൾഫ് രാജ്യങ്ങളിൽ ഒരു രാജാവിന് കത്തോലിക്ക വൈദികരെയും സിസ്റ്റേഴ്സിനെയും താല്പര്യമില്ല, ഉൾക്കൊള്ളില്ല. മറ്റ് വിവാഹം കഴിച്ച സഭയിലെ അച്ഛന്മാരെ കുഴപ്പമില്ല. കാരണം അദ്ദേഹം പറയുന്നത് ഒരു പുരുഷന് ബ്രഹ്മചാരിയായിട്ട് ജീവിക്കാൻ പറ്റില്ല, ഒരു സ്ത്രീയുടെ സാന്നിധ്യം ഇല്ലാതെ ഒരു പുരുഷന് ജീവിക്കാൻ പറ്റില്ല. അതേപോലെ ഒരു സ്ത്രീക്ക് പുരുഷൻ്റെ സാന്നിധ്യം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ ആരെങ്കിലും ഞാൻ ബ്രഹ്മചര്യം എടുത്തു, കന്യാവ്രതം എടുത്തു എന്ന് പറഞ്ഞാൽ തട്ടിപ്പാണ്, അങ്ങനെ സാധിക്കില്ലെന്ന് ആ രാജാവ് കട്ടായം വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ കത്തോലിക്ക പുരോഹിതരെയും സിസ്റ്റേഴ്സിനെയും അവർ സ്വീകരിക്കുന്നില്ല, അല്ലെങ്കിൽ ബഹുമാനിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഞാൻ ചിന്തിക്കുകയായിരുന്നു, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ശരിയാണ് അദ്ദേഹം പറഞ്ഞത്. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഒന്നിലേറെ ഭാര്യമാരുണ്ടായിരിക്കാം. എന്നിട്ട് ആ വ്യക്തിയുടെ അവസ്ഥ അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ ആ കണ്ണോടുകൂടിയാണ് അദ്ദേഹം കാണുന്നത്. പക്ഷേ ഈ പരിശുദ്ധ കുർബാനയിലൂടെ ദൈവം തൻ്റെ മക്കൾ കൊടുക്കുന്ന വരപ്രസാദത്തെക്കുറിച്ച് മന്ത്രിക്കും രാജാവിനും പിടികിട്ടില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ജന്മനാ ഷണ്ടനായി ജനിക്കുന്നവരുണ്ട്, മനുഷ്യരാൽ ഷണ്ടരാക്കപ്പെട്ടവരുണ്ട്, ദൈവരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ഷണ്ടരാക്കുന്നവരുണ്ട്. ആ കൃപ ലഭിച്ചവർക്ക് ഇതറിയാൻ പറ്റൂ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ വിളി ഏതു തന്നെയാണെങ്കിലും, പൗരോഹിത്യമാണെങ്കിലും സന്യസ്തമാണെങ്കിലും കുടുംബജീവിതമാണെങ്കിലും, ഈ വിളിക്ക് ആവശ്യമായിട്ടുള്ള ഊർജം നമുക്ക് ലഭിക്കുന്നത് അൾത്താരയിൽ നിന്നാണ്, പരിശുദ്ധ കുർബാനയിൽ നിന്നാണ്. അപ്പം നിങ്ങൾ പഴി പറഞ്ഞ്, അങ്ങനെ ചില വീട്ടുകാരുമുണ്ട്. നമ്മൾ ഈ റബ്ബർ മരമൊക്കെ നട്ട് കഴിഞ്ഞാൽ റബ്ബർ കർഷകർക്കറിയാം, അത് അതിന് അത്രയും ശക്തി കാണില്ല, അതിൻ്റെ ഇലയുടെ ഭാരം കൊണ്ട് അത് വളഞ്ഞു പോകും. അപ്പോൾ അതിനെ കയറൊക്കെ കെട്ടി 4 ഭാഗത്തും കയറൊക്കെ കെട്ടി നിർത്തും. കുറേ കഴിയുമ്പോൾ അതിന് കയറിൻ്റെ ആവശ്യമില്ല. ഇതുപോലെ വ്യത്യസ്ത സംസ്കാരത്തിൽ ജനിച്ചു വളർന്ന ഒരു യുവാവും യുവതിയും ഒരുമിച്ച് ജീവിക്കാൻ ആരംഭിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ചെറിയ ഏറ്റക്കുറച്ചിലുണ്ടാകും. അതിന് ഏതെങ്കിലും ഒരാളുടെ പക്ഷം പിടിച്ച് ഈ ചെറുക്കൻ്റെ വീട്ടുകാരോ പെണ്ണിൻ്റെ വീട്ടുകാരോ അവരെ വേർപെടുത്തി നിർത്താനല്ല നോക്കേണ്ടത്. എങ്ങനെ അവരെ ഒന്നിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റും, ആ സന്ദേശമാണ് കൊടുക്കേണ്ടത്. ഇന്നൊന്നോ രണ്ടോ മക്കളെ ഉള്ളൂ, വേണ്ടുവോളം സ്വത്തുണ്ട്, മോൾ എന്തെങ്കിലും വന്ന് പറഞ്ഞു ഉടനെ മോൾ ഇവിടെ നിന്നോ എന്നും പറഞ്ഞ് പിന്നെ വിവാഹ കോടതിയിലേക്ക് ഓടുന്നത് മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഇന്ന് ചില മാതാപിതാക്കളുടെ വിവേകമില്ലായ്മ കൊണ്ട് ഒരുമിച്ച് ജീവിക്കേണ്ട ഒത്തിരി ദമ്പതികളെ ഇവർ പിരിച്ചു വെച്ചിട്ടുണ്ട്. ഓരോ ദിവസം രക്തത്തിൻ്റെ കണ്ണുനീരോട് കൂടിയിട്ടുള്ള ഫോൺ വിളികൾ വരിക വിദേശത്തുനിന്നും. അമ്മയുടെ അപ്പൻ്റെ ഉപദേശം കേട്ട് ഇവൾ പറയും, എനിക്ക് വിവാഹമോചനം വേണ്ട, ഇപ്പോൾ കോടതി കയറി ഇറങ്ങുക, എവിടെ ചെന്ന് എത്തിയിരിക്കുന്നു. ആഘോഷങ്ങൾ ബാഹ്യമായിട്ട് നടക്കുന്നു. കുടുംബത്തിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ എല്ലാ കുടുംബവും ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല, എല്ലാവരും വിധിക്കാൻ ഞാൻ ആളുമല്ല. പക്ഷേ 10-32 വർഷമായിട്ട് അനേകം ജനലക്ഷങ്ങളോട് സുവിശേഷം പ്രസംഗിച്ച് അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്നതിൻ്റെ അനുഭവമായി പങ്കുവയ്ക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ക്രിസ്മസ്, ഈ കൊല്ലത്തെ ക്രിസ്മസ് ദൈവദൂതൻ അറിയിച്ച ആ സമാധാനവും സന്തോഷവും സ്വീകരിച്ച് ആ സമാധാനം ഞാൻ സ്വന്തമാക്കി അത് മറ്റുള്ളവർക്ക് നൽകുന്ന ഒരു നീർച്ചാലായി, ഒരു പ്രേക്ഷിതയായി, ഒരു നല്ല അപ്പനായി അമ്മയായി, ഒരു നല്ല ഭാര്യയായി ഭർത്താവായി, ഒരു മകനായി മകളായി ജീവിക്കാനുള്ള കൃപാവരം നമുക്ക് ഈ ഉണ്ണീശോയോട് നമുക്ക് യാചിക്കാം. സർവശക്തനായി നൽകി നമ്മളെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു നീലയാമിനിയിൽ ഒഴുകും നിലാവലയിൽ മന്ദം മന്ദം വീശും